അത് ഏതോ ഒരു സ്കൂളല്ല, RSS നിയന്ത്രണത്തിലുള്ള RSSകാരുടെ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകത, RSSകാർ പലയിടത്തും സ്കൂൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് തന്നെ പാലക്കാട് RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെയാണ്. അവിടെ ഡോക്ടർ മോഹൻ ഭാഗവത് അവിടെ വന്നിട്ട് സ്വാതന്ത്ര്യ സമര പരിപാടികൾ നടത്തുന്നു. ഞാൻ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അവിടെ. സ്കൂളിൽ ആ സ്കൂളിൽ വലിയ ഫംഗ്ഷൻ, അതായത് കേരളത്തിലെ ഒട്ടുമിക്ക RSSകാരും പങ്കെടുക്കുന്ന വലിയ സമ്മേളനങ്ങൾ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ RSSൻ്റെ ഒട്ടുമിക്ക പരിപാടികൾ നടക്കുന്ന സ്കൂളാണത്. ഓക്കെ അപ്പോൾ അതിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് ആ സ്കൂളിന്. പിന്നെ ഈ സ്കൂൾ ഇരിക്കുന്ന സ്ഥലം മൂത്താന്തറ, വടക്കാന്തറ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ RSS സ്ട്രോങ് ഹോൾഡാണ്. BJP എപ്പോഴും ജയിച്ചു വരുന്ന കൗൺസിലർമാരുടെ സ്ഥലങ്ങളാണ്. അതിന് തൊട്ടടുത്ത് RSS ഓഫീസ് എന്നത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ മറ്റാരെങ്കിലും കൊണ്ടുവന്ന് ബോംബ് സ്ഥാപിക്കുകയോ കുട്ടികളെ അപകടപ്പെടുത്തുന്ന വിധം, ഇപ്പോൾ പോലീസിൻ്റെ FIRലെ കേസ് അതാണ്. ഒന്ന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ളൊരു കേസ്, മറ്റൊന്ന് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള 2 കേസാണ് എടുത്തിട്ടുള്ളത്. അതിൽ FIRൽ പറയുന്നത് സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്ത് നിന്ന് ബോംബ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അത് പുറത്തെന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്ത് റോഡാണ്. റോഡിൽ നിന്ന് ബോംബ് കണ്ടെത്തിയെന്നാണോ പോലീസ് ഉദ്ദേശിക്കുന്നത്? അറിയില്ല. ഈ കുട്ടികൾ കളിക്കാൻ പോകുന്ന ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ ഈ പന്ത് പോലെ എന്തൊരു സാധനം കിട്ടി അതെടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ പന്താണെന്ന് കരുതി കുട്ടി കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതിർന്നവർ അത് എറിഞ്ഞുകളാ ബോംബാണെന്ന് പറഞ്ഞ് എറിഞ്ഞപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്നിട്ട് വന്ന് പോലീസ് പരിശോധന നടക്കുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തു നിന്നാണ് സ്ഫോടവസ്ഥയിൽ കിട്ടുന്നത്. പക്ഷേ പോലീസിൻ്റെ FIRൽ ഉള്ളത് ഗേറ്റിന് പുറത്ത് എന്നാണ്. അവിടെ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ സ്കൂളുമായി അതിനെ ബന്ധപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് FIRൻ്റെ ലക്ഷ്യം തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബോംബ് കണ്ടെത്തുക എന്നുള്ളത് കണ്ണൂരൊക്കെ വളരെ സ്വാഭാവികമായ കാര്യമാണ്. നമുക്കറിയാം, എത്രയോ RSSകാർ ബോംബിൻ്റെ നിർമ്മാണത്തിനെതിരെ സ്വയം പൊട്ടി വീരമൃത്യു വരിക്കുകയും കൈയും കാലും പോവുകയും ചെയ്ത ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ അങ്ങനെ ബോംബുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ണൂർ ഒരു സംഘർഷ മേഖലയാണ്. CPM RSS തമ്മിൽ നിരന്തരം സംഘർഷം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ പരസ്പരം പ്രതിരോധിക്കാൻ വേണ്ടി ബോംബുണ്ടാകുന്നു എന്നൊക്കെ പറയാം. പക്ഷേ എന്തിനാണ് ഈ പാലക്കാടും മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ ബോംബുണ്ടാക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാരുണ്ടാക്കിയാലും. ഇപ്പോൾ കണ്ണൂർ ഒരു പൊളിറ്റിക്കൽ വയലൻസിൻ്റെ സ്ഥലമാണ്. അവിടെ ആയുധങ്ങൾ കണ്ടെത്തുക, പറമ്പിൽ നിന്ന് ബോംബ് കണ്ടെത്തുക, സ്റ്റീൽ ബോംബ് കണ്ടെത്തുക, അതൊക്കെ നിരന്തരം വാർത്തയാവുന്നതാണ്. പക്ഷേ പാലക്കാട് നിന്ന് കണ്ടെത്തുമ്പോൾ അതിന് കുറേ കൂടി പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു കാരണം, പാലക്കാട് നമ്മൾ മുമ്പ് ഒരു പ്രതികാരക്കൊലകൾ നടന്നതാണ്. RSSും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ, SDP തമ്മിലുള്ള പ്രതികാരക്കൊല കണ്ടതാണ് നമ്മൾ. എന്താണ്, ഒരു ശ്രീനിവാസൻ വധം, അതിന് പകരമായിട്ടൊരു സുബൈർ എന്ന് പറഞ്ഞ ഒരാളെ വധിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല, അതായത് കമ്മ്യൂണൽ വയലൻസിന് സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് പാലക്കാട്. പ്രത്യേകിച്ചും സിറാജുൻ നിസയെ വെടിവെച്ച് കൊന്ന സ്ഥലമൊക്കെയാണ് പാലക്കാട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് RSS എന്തിന് ബോംബുണ്ടാക്കുന്നു? ആരെ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കുന്നു? അവിടെ CPM RSS സംഘർഷം അങ്ങനെ ഇല്ല. CPM RSS സംഘർഷമുള്ള കണ്ണൂരാണെങ്കിൽ നമുക്ക് പറയാം, അത് സ്വാഭാവികം. പക്ഷേ പാലക്കാട് എന്തിനുണ്ടാക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അത് ആരുണ്ടാക്കി, എന്തിനുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ, അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടണം. തൊട്ടടുത്തുള്ള RSSൻ്റെ അധീനതയിലുള്ള സ്കൂള്, RSSൻ്റെ കാര്യാലയം, അങ്ങോട്ട് അന്വേഷണം പോകണം. പക്ഷേ ആ അന്വേഷണം പോകാതിരിക്കാനുള്ള അട്ടിമറി FIRൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ ഗേറ്റിന് പുറത്തു നിന്നാണ് ബോംബ് കിട്ടിയത് എന്നാണ് FIRൽ എഴുതി വെച്ചിട്ടുള്ളത്. പുറത്തു നിന്നാണെങ്കിൽ അതെന്തിനു വേണ്ടി കൊണ്ടുവച്ചു? അതിനൊരു ലോജിക്ക് വേണമല്ലോ. ഇപ്പോൾ BJP ആരോപിക്കുന്ന അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുക. ഒരു സ്കൂളിന് മുമ്പിൽ ഒരു ബോംബ് കൊണ്ടുവന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ഗൂഢാലോചനയാവുക? അങ്ങനെ കുട്ടികളൊക്കെ ഒന്നുകൊണ്ട് എന്താണ്? ഇപ്പോൾ ആ സ്കൂളിന് പരിസരത്തുള്ള കുട്ടികളൊക്കെ എല്ലാം വേണ്ടി ബോംബ് വെച്ചു എന്നാണ് BJPയുടെ ആരോപണമെങ്കിൽ അതെന്തിനാണ്? അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, അത് ബോംബ് നിർമ്മാണത്തിനിടെ ഒളിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളാണതൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ അബദ്ധത്തിൽ കുട്ടികളുടെ കൈ കിട്ടി, കൂടുതൽ പരിശോധനയിൽ അതേ പ്ലോട്ടിൽ നിന്ന് തന്നെ കൂടുതൽ ബോംബ് കിട്ടുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ഉണ്ടാവണം. ആ ഉത്തരവാദിത്തം, ഇപ്പോൾ എൻ്റെ പറമ്പിൽ നിന്ന് ബോംബ് കണ്ടെത്തിന്നിരിക്കുക, ആ FIRൽ ആരായിരിക്കും പ്രതി? അപ്പോൾ ആ ഒരു എന്താണ്, ഒരു മിനിമം ലീഗൽ ലോജിക്ക് പോലും ഈ FIRൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അന്വേഷണം ഏതെങ്കിലും തരത്തിലേക്ക് പോകുമെന്നോ, അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തുമെന്നോ, അവരുടെ ലാർജർ കോൺസ്പിറസി എന്തായിരുന്നെന്നോ അത് പുറത്തു വരുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മുമ്പ് മലപ്പുറത്ത് ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഔട്ട് ഫോക്കസിൽ തന്നെ പറയാറുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കെതിരെ എറിയാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബോംബ് പൊട്ടി RSSകാർ തന്നെ മരിച്ചൊരു സംഭവം. ആ സംഭവത്തെക്കുറിച്ച് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചു എന്നാണ്. അതായത് മലപ്പുറം പോലൊരു ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കെതിരെ ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന കമ്മ്യൂണൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നറിഞ്ഞുകൊണ്ടാണ് പോലീസ് മേധാവി പറയുന്നത്. ഇതേ പ്രശ്നം ഈ പാലക്കാടിനുണ്ട്. അതായത് കമ്മ്യൂണലായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഏരിയകൾ പാലക്കാടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം RSSന് നല്ല ശക്തിയുള്ള കേന്ദ്രങ്ങൾ പാലക്കാട് നഗരസഭയ്ക്കകത്തും പുറത്തുമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടണം. എന്തായിരുന്നു അതിൻ്റെ ലാർജർ കോൺസ്പിറസി എന്ന് കണ്ടുപിടിക്കണം. ആ ലക്ഷ്യം എന്താണെന്ന് കണ്ട് അത് ബസ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് കണ്ണൂർ പോലെയല്ല പാലക്കാട്.
ഞാൻ മലപ്പുറത്തെ ഇൻസിഡൻറ്റ് പറയാൻ കാരണം പാലക്കാട് കമ്മ്യൂണലി സെൻസിറ്റീവായ ഇടങ്ങളുള്ള സ്ഥലം കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്.